വലിയവനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമുക്ക് ദൈവം തൻ്റെ വചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ പല അനർത്ഥങ്ങളെ നേരിടുന്നവരുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി നമ്മുടെ അടിപിടി മാറ്റുന്നതായ അല്ലെങ്കിൽ നമ്മുടെ അടി തെറ്റിച്ച് കളയുന്ന ചില അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാപ്പുറത്ത് സംഭവിക്കുമ്പോൾ ഏത് മനുഷ്യനും തകർന്നു പോകും. അതൊരു സാധാരണ മാനുഷിക തത്വമാണ്. ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൽ നിന്ന് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പാളം തെറ്റിച്ച് തകർത്ത് കളഞ്ഞ ഒരു ജീവിതത്തെ എടുത്തു കാണിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 22-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന പ്രസിദ്ധനായ ദാവീദ്. നമ്മൾ അദ്ദേഹത്തെ ഒരു രാജാവെന്നാണ് അറിയുന്നതെങ്കിലും ആ രാജ്യത്വത്തിൽ നിലനിൽക്കുവാനും ആ രാജ്യത്വത്തെ തനിക്ക് വേണ്ടി ദൈവം ചെയ്തതായ ആ വാഗ്ദത്തത്തെ അവകാശമാക്കി അതിനെ നിലനിർത്തുവാൻ അദ്ദേഹത്തെ പോലെ പാടുപെട്ട ഒരു മനുഷ്യരാരും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം അദ്ദേഹത്തെ ദൈവം ആടുകളെ നോക്കി നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം കൊടുത്തുകൊണ്ട് ഓർക്കാപ്പുറത്ത് തന്നെ അഭിഷേകം ചെയ്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ദാവീദിന് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ശൗലിനെ ദാവീദ് വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. ശൗൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു അഭിഷക്തനായ രാജാവാണെന്നൊക്കെ ദാവീദ് മനസ്സിൽ ഉൾക്കൊണ്ടു. എങ്കിലും ദൈവത്തിന് പ്രിയവും ദൈവത്തിൻ്റെ കടാക്ഷവും നടത്തിപ്പും ദാവീദിൻ്റെ മേൽ കണ്ടുകൊണ്ട് ശൗൽ ദാവീദിന് ശത്രുവായി മാറി ദാവീദിനെ കൊല്ലുവാനുള്ളതായ ആലോചനകൾ ചെയ്തു. സംഗതി മോശമാകുമെന്ന് കണ്ടപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ നിന്ന് ചാടി വെളിയിൽ പോയി ഒളിച്ചോടി. താൻ ഒരിക്കലും സംസർഗം ആഗ്രഹിക്കാതിരുന്നതായ ഒരു മോവാബ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് താണു വീണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ താൻ നിർബന്ധിതനായി. അത് ഭയങ്കര ഒരു ദാവീദിൻ്റെ ജീവിതത്തെ അടിമുടി തകർത്ത് കളഞ്ഞ ഒരു സംഭവമാണ്. ദാവീദിനെക്കുറിച്ച് നല്ലതായി ചിന്തിക്കാത്ത ഒരു വ്യക്തിയോട് ചെന്ന് നമ്മളാണെങ്കിൽ ചെന്ന് അവരുടെ മുന്നിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അവരെ പാർപ്പിക്കുവാൻ അല്പ ദിവസത്തിന് വേണ്ടി അവരുടെ മുൻപിൽ മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ ഒരു രാജാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തകർത്ത് കളയുന്ന ഒരു സംഭവം. എന്നാൽ അങ്ങനെ അവനെ കൊണ്ടുപോയത് ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പായിരുന്നു. കേൾക്കൂ, അത് വളരെ രസകരമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നത്. ദാവീദ് ചെന്ന് മോവാബ്യ രാജാവിനോട് പറയുന്നതായ ഒരു വാചകമുണ്ട്: ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് ഞാൻ വെളിപ്പെട്ട് അറിയുന്നിടം വരെ ദയവ് ചെയ്ത് എൻ്റെ മാതാപിതാക്കളെ അവർ വാർദ്ധക്യത്തിലായിരിക്കുന്നു, എൻ്റെ കുറച്ച് ചാർച്ചക്കാരെയും കുടുംബക്കാരെയും നിൻ്റെ അടുത്ത് വന്ന് സ്വസ്ഥമായി പാർക്കുവാൻ ഒരനുവാദം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. മോവാബ്യ രാജാവ് ദാവീദിൻ്റെ വാക്കനുസരിച്ചു. അവൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് അവിടെ സ്വസ്ഥമായി പാർപ്പിച്ചതിന് ശേഷം ദാവീദ് അവിടെ നിന്ന് സ്ഥലം വിട്ടു മരുഭൂമിയിലേക്ക് ചുറ്റിക്കറങ്ങുവാൻ തുടങ്ങി. തനിച്ച, ആരും കൂടെയില്ല, ആയുധങ്ങളൊന്നും കൂടെയില്ല. എവിടെ പോകും എന്താകുമെന്നൊന്നും ദാവീദിനൊരു തിട്ടവും ഇല്ല. എങ്ങനെയായി തീരും ജീവിതമെന്ന്. സ്വസ്ഥമായിട്ട് അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. പക്ഷെങ്കിൽ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി: വിളിച്ചവൻ വിശ്വസ്തനാണ്, വഴിയിൽ വെച്ച് കളയത്തില്ല എന്ന്. മരണത്തിന് മുൻപ് ഒരു നന്മയെ കാണും എന്ന് ദാവീദ് വ്യക്തമായി മനസ്സിലാക്കി. അതാണ് ആ മോവാബ്യ രാജാവിനോട് പറയുന്ന വാചകത്തിനകത്ത് അങ്ങനെ ഒരു വാക്കുണ്ട്: എനിക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് വെളിവാകുന്നിടം വരെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഉണ്ട് എന്ന് ദാവീദിന് നിശ്ചയമുണ്ടായിരുന്നു. ആ നിശ്ചയമാണ് ദാവീദിനെ നിലനിർത്തിയത്. ദൈവത്തിന് സ്തോത്രം.
ഇനിയുമാണ് കഥ. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയുവാനുള്ള ഒരു രസകരമായ ഒരു വഴിത്തിരിവ് അവിടെയുണ്ട്. എന്താണെന്നറിയാമോ? ഈ ദാവീദ് ഈ മരുഭൂമിയിൽ വന്നപ്പോൾ, കുറ്റിക്കാട് ദുർഗത്തിൽ താൻ വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചു പാർക്കുമ്പോൾ, ഇതാ അവന് സപ്പോർട്ട് ചെയ്ത് 400 ജനങ്ങൾ കടന്നു വരും. 400 പേര്. അവരെ കൊള്ളണോ കളയണോ എന്ന് ദാവീദിനറിയില്ല. കാരണം ദാവീദ് തന്നെ ചെലവ് കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. ആഹാരമൊക്കെ എവിടെ പോയി ഉണ്ടാക്കും? അപ്പോൾ ഈ 400 പേര് വളരെ ശൂരന്മാരായിട്ട് ദാവീദിന് വേണ്ടി നിലകൊള്ളുവാൻ അവൻ്റെ കൂടെ വന്നിരിക്കുക. ദൈവം അയച്ചതാ. അവരുടെ അഡ്രസ്സൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. 2-ാം വാക്യത്തിൽ ആ 400 പേരുടെ അഡ്രസ്സും ബയോഡേറ്റയും ഉണ്ട്. എന്താണതെന്ന് അറിയാമോ? ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. 1, കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ബലഹീനരായവർ, അംഗഹീനരായവർ, ശൗലും രാജകുടുംബവും ഒക്കെ നിന്ദിക്കുന്നവർ, അപമാനിക്കുന്നവർ, അവരെയും കൊണ്ട് ഒരു പ്രയോജനവും ഇനിയും ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആർക്കും വേണ്ട, അവരെ ഉപേക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. തള്ളിക്കളഞ്ഞ മനുഷ്യർ. അവർ തള്ളിയെങ്കിലും അവരെ ദൈവത്തിന് വേണം. അവരെ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന ദാവീദിൻ്റെ കയ്യിൽ കൊടുത്തു. 2-ാം വാക്യത്തിൽ ഒരു രസകരമായ വേഡിങ് ഉണ്ട്. ദാവീദ് അവർക്ക് നായകനായി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ദാവീദിന് മനസ്സിലായത്, ഇതാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന കാര്യം. കൊട്ടാരത്തിൽ പാർത്ത് രാജസന്നിധിയിൽ അല്ലെങ്കിൽ രാജപദവി വഹിക്കുന്നത് മാത്രമല്ല, ദേശത്ത് പാർക്കുന്ന ഒരു കൂട്ടം ഞെരുക്കമുള്ളവരും കടമുള്ളവരും ആർക്കും വേണ്ടാത്തവരും ആത്മഹത്യയുടെ പ്രവണതയിലേക്ക് ചാരി നടക്കുന്നതായ ഒരു കൂട്ടം കലക്കപ്പെട്ട ഹൃദയങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു നായകനെ എഴുന്നേൽപ്പിക്കണം എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമുണ്ടായി. അങ്ങനെയാണ് ദാവീദിനെ അവർക്ക് നായകനായിട്ട് കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്ന ഒരു വിലപ്പെട്ട സന്ദേശമുണ്ട്. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, ഭാരപ്പെട്ട, മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ആരുമില്ല എന്ന് കരുതുന്നവർക്ക് ഒരു നായകനെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആരാണെന്നറിയാം? മറ്റാരുമല്ല, നമുക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ രാജസന്നിധിയിൽ നിന്ന് രാജാവായിട്ടിരിക്കാൻ മോഹിക്കാതെ ആ അവസ്ഥയൊക്കെയും വിട്ട് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യവേഷത്തിൽ നമ്മോടൊപ്പം ഒരു മനുഷ്യ ശരീരത്തിൽ വസിച്ച് നമുക്ക് ഉപദേശം തന്ന് സുവിശേഷം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കി, കുരുടന്മാരെ സൗഖ്യമാക്കി, അന്ധകാരത്തിൽ ഇരുന്നവരെ വിടുതലാക്കി, ദുർഘടങ്ങളിൽ ഇരുന്നവരെ അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു, അനേക ബന്ധനങ്ങളിൽ ഇരുന്നവരെ ആ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചു. ഇതാ നമുക്ക് വേണ്ടി ജീവൻ വെച്ച് അവൻ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്ന അഗതികൾക്ക് വേണ്ടി, ദരിദ്രന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിനെയും കൊണ്ട് വന്നിരിക്കുക. അവൻ അവർക്ക് നായകനായി. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, എന്നെ വിളിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. ശൗൽ അവരെ മാനിക്കുന്നില്ല. ദൈവത്തിന് വലിയൊരു ഭാരം. ഞാൻ ഈ സാധുക്കളെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? അതിനുവേണ്ടിയാണ് ദൈവം ദാവീദിനെ കൊണ്ടുവന്നത്. ആർക്കും വേണ്ടാത്തവരെ ഏൽക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ചവറ്റുകുഴുത്തയിലേക്ക് എറിയപ്പെട്ടതായ ജീവിതങ്ങളെ രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവന്ന സർവശക്തനായ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യതയെ മനസ്സിലാക്കുവാൻ ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുക. ഭാരമുള്ളവർ, ഞെരുക്കമുള്ളവർ, ആരും വേണ്ടാത്തവർ, എത്ര കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ അർത്ഥം കാണാത്തവർ, മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട് അടുത്ത നിമിഷം ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ വേണ്ടായോ എന്ന് തിരിച്ചറിവില്ലാതെ ഒരു മത്തനെ പോലെ ഒരു നിന്റെ സിരകളിൽ കൂടി ഓടിയതായ ബുദ്ധികളുടെ പ്രമാണങ്ങളെല്ലാം നശിച്ച് ഒരു ഭ്രാന്തനെ പോലെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? സമാധാനത്തിനു വേണ്ടിയും ഉറക്കത്തിനു വേണ്ടിയും മദ്യത്തിനും
മയക്കുമരുന്നിന് അടിമയായി നിന്റെ ജീവിതത്തെ രഹസ്യബന്ധാവിൽ കൂടെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരും കാണാതെ, ആരോടും പറയാതെ, ഒരു നായ്ക്കുട്ടി കരയുന്നത് പോലെ മോങ്ങി മോങ്ങി രാത്രിയുടെ യാമങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഓർത്ത് കരയുന്നവനാണ് എങ്കിൽ കർത്താവ് പറയുന്നു, നിനക്കൊരു നായകനെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്കൊരു നായകനെ, നിന്നെ ഐശ്വര്യമുള്ളവനായി ദേശത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, രാജകൊട്ടാരത്തിലേക്ക്, സിംഹാസനത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു നായകനെ നിനക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് ക്രിസ്തു യേശു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മാധ്യമങ്ങളിലൊന്ന് നോക്കൂ, എത്ര ആത്മഹത്യകൾ, കൊലപാതകങ്ങളാണ് ഒരു ദിവസം, ഒറ്റ ദിവസം. ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ ഓരോ ന്യൂസ് പേപ്പറൊക്കെ ഓരോരോ ഡിസ്ട്രിക്റ്റ് കണക്കായിട്ടാണ് കിട്ടുന്നത്. ഒരു ഡിസ്ട്രിക്റ്റിൽ ഇത്രയും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഈ ഇന്ത്യ മഹാരാജ്യത്ത്, ലോകത്തിലെല്ലായിടും, ഭൂമിയിലെല്ലായിടും ഒരു ദിവസം കടങ്ങളും ഫിനാൻഷ്യൽ ബാധ്യതകളും കൊണ്ട് എത്ര ലക്ഷങ്ങളാണ് മരിക്കുന്നത്. ഇവരാരും കടമെടുത്തത് കൊടുക്കാതിരിക്കാനല്ല, അവർക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കൊടുക്കാം. എങ്ങനെ? താൻ അല്ലെങ്കിൽ ഒരു ഇന്ന വരുമാനത്തിൽ നിന്ന് എടുത്ത് എൻ്റെ ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അവരുടെ ഒരു ആരോഗ്യവും അവരുടെ ഒരു വരുമാനവും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് കടം വാങ്ങി. എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അനാരോഗ്യം അവരെ വേട്ടയാടിയപ്പോൾ, രോഗങ്ങൾ വേട്ടയാടിയപ്പോൾ, അനേക അനർത്ഥങ്ങൾ അവർക്കായി കാവൽ നിന്നപ്പോൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു, പ്രതീക്ഷകളെല്ലാം മുടങ്ങി, എല്ലാം തകരുമാറായി, ജീവിതത്തിൽ ലക്ഷ്യം കിട്ടാത്ത വ്യക്തിയായി മാറി. നിന്റെ കുടുംബം കണ്ണുനീരൊഴുക്കുന്ന കുടുംബമായി മാറി. ആരിലും ആശ്രയിച്ചാലും രക്ഷ നേടുവാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം നിനക്ക് ജീവിതത്തിൽ വന്നു. അനേക ശത്രുക്കളുടെ മുമ്പിൽ നീ പോയി തലകുനിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായി. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ നിന്നെ തന്നെ കൈവിട്ടാലും ശരി, ദൈവം നിന്നെ കൈവിടത്തില്ല. ദൈവം ഈ പ്രഭാതത്തിൽ നിന്നെ ജീവനും ജീവൻ്റെ സമൃദ്ധിയും നിനക്ക് നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നിന്നിലേക്ക് തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ആ താഴെ ആ പടുക്കുഴിയിൽ നിന്ന് ഉയർത്തി ഉയരത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുയേശുവിൻ്റെ പാദപീഠത്തിൽ നിന്നെ ആക്കി അവൻ്റെ ആശ്രയത്തിന് കീഴിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നീ ഒരു പക്ഷെങ്കിൽ പുരോഹിതനായിരിക്കാം, വിശ്വാസിയായിരിക്കാം, ക്രിസ്ത്യാനിയായിരിക്കാം, അക്രൈസ്തവനായിരിക്കാം, ഒരു മനുഷ്യനാണോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖപക്ഷമൊന്നുമില്ല. എത്രയോ പേർ പുറമേ അവർ വലിയവരായിരിക്കാം, പക്ഷെങ്കിൽ അകമേ കത്തുന്ന തീച്ചൂള പോലെ, ആർക്കും കേൾക്കുവാൻ താല്പര്യമില്ലാത്ത ജീവിതങ്ങൾ. ഇതാ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായ വലിയൊരു സന്ദേശം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആ ആത്മാവാധ്വനി നിന്റെ കാതുകളിൽ മുഴക്കുകയാണ്. ജീവിതങ്ങൾക്ക് സമാധാനം കൊടുക്കുവാൻ, ആരിലും ആശ്രയിക്കുവാൻ വഴിയില്ലാത്തവർക്ക് ഒരത്താണിയെ കാണിച്ചു കൊടുക്കുവാൻ. നോക്കൂ, കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ചങ്കൂറ്റത്തോടെ ഒരു ദേവാലയത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് താൻ ശബ്ദം ഉയർത്തി ഉയർന്ന ഒരു കൽക്കെട്ടിൽ കയറി നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, മറ്റെങ്ങും പോകണ്ട, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ദൈവത്തിന് സ്തോത്രം. റോമൻ പട്ടാളം ഭരിക്കുന്നതായ ഭരണകൂടം ഭരണം നടത്തുന്നതായ ആ സമയത്ത് ജെറുസലേമിൻ്റെ വീഥികളിൽ നിന്നുകൊണ്ട് ചങ്കൂറ്റത്തോടെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തി യേശു അല്ലാതെ വേറെ ആരും ഉണ്ടായിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല. കാരണം പലരും സമാധാനം വാഗ്ദാനം ചെയ്യും, പല പ്രോജക്റ്റുകളൊക്കെ നിന്റെ മുൻപിൽ കാണിച്ചേക്കാം. അതിൻ്റെ അവസാനമോ കണ്ണുനീരും അനേകം പ്രയാസങ്ങളും ദുർഘടങ്ങളുമായിരിക്കും. എന്നാൽ യേശു നിന്നെ കാണിക്കുന്നതായ വഴികൾ, യേശു കാണിക്കുന്നതായ ചില ചെയ്തികൾ നിന്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും. മറ്റാരിലും ആശ്രയിക്കേണ്ട, യേശുവിൽ തന്നെ ആശ്രയിക്കുവാൻ. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകും. ഈ ജീവനിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം ഒരു സാക്ഷാത്കാരത്തിൻ്റെ മണ്ഡലത്തിൽ എത്തിച്ചേർന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പൊഴിഞ്ഞു പോകുന്നത് പോലെ, ആവശ്യമില്ലാത്ത അനേക നമ്മുടെ ചർമ്മങ്ങളെല്ലാം വ്യത്യാസമാകുന്നത് പോലെ, നാം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ പഴയതുപോലെ അല്ല. ഇന്നലത്തെ മനുഷ്യനല്ല, ഒരു പുതുമയുള്ള മനുഷ്യൻ. ഇന്നലെ നിന്നെക്കുറിച്ച് മറ്റുള്ളവർ നിന്ദിക്കുന്ന ദിവസമായിരുന്നെങ്കിൽ ഇന്ന് നിന്നെ സ്നേഹിക്കുന്ന ആളെ നിന്നെ സ്നേഹിക്കുന്ന ദിവസമായി അത് മാറും. നിന്റെ രോഗം കണ്ടു കർത്താവ് പല കുഷ്ഠരോഗികളോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ?
ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നു, അവൻ്റെ ശരീരം മുഴുവനും കുഷ്ഠം കൊണ്ട് നിറഞ്ഞിരുന്നു, പുണ്ണ് നിറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ ആ ശരീരത്തിൽ യേശു തൊട്ടു. ആരാണ് തൊടുന്നത്? ഏത് ദൈവമാണ് അങ്ങനെ തൊടുന്നത്? ഏത് മഹാനാണ് തൊടുന്നത്? ആ ശരീരത്തിൽ യേശു തൊട്ടു. ദൈവത്തിന് സ്തോത്രം. ഒരു ഡോക്ടർ അടുത്ത് പോയാൽ ഡോക്ടർ 2 or 3 ഗ്ലൗസസ് ഉപയോഗിക്കും, എങ്കിലേ തൊടത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പും കൊണ്ടേ തൊടത്തുള്ളൂ. പക്ഷെങ്കിൽ യേശു തൻ്റെ കൈ കൊണ്ട് തൊട്ടു. അവനെ സ്നേഹിച്ചു, അവനെ ചേർത്ത് നിർത്തി. കുരുടനോട് പറഞ്ഞ് അവന് സൗഖ്യം കൊടുത്തതിന് ശേഷം, അവന് സൗഖ്യം കിട്ടിയെന്ന് ഉറപ്പായതിനു ശേഷമാണ് കർത്താവ് അവിടെ വിട്ടത്. നീ എന്ത് കാണുന്നു? നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ചെകിടനെ സൗഖ്യമായതിനു ശേഷം സൗഖ്യമാക്കി നീ പോയിക്കൊള്ളൂ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്നല്ല പറഞ്ഞത്. നീ കേൾക്കുന്നുണ്ടോ എന്ന് അവനെ ശ്രദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷപാതക്കാരനോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്കുക. അവൻ നടക്കുന്നത് കർത്താവ് കണ്ടു. അങ്ങനെ ദൈവം അല്ലെങ്കിൽ കർത്താവ് ചെയ്തതായ പ്രവൃത്തികൾ മുഴുവനും യാഥാർത്ഥ്യങ്ങളുടെ പ്രവൃത്തികളായിരുന്നു. അത് ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുവന്നു. മറ്റുള്ളതായ ഇമാജിനേഷൻ അല്ലെങ്കിൽ നിരൂപണങ്ങളെ മാറ്റി നിർത്തിയിട്ട് യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദാവീദ് അത് തന്നെയാണ് മോവാബ് രാജാവിനോട് പറഞ്ഞത്. എന്നെക്കുറിച്ച് എനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതായ യാഥാർത്ഥ്യങ്ങളെ എന്നെ എന്തിന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു, എന്നെ എന്തിന് വിളിച്ചു കൊണ്ടുവന്നു എന്നുള്ളതിനൊരു ഉത്തരം ലഭിക്കുന്നത് വരെ എൻ്റെ മാതാപിതാക്കൾ ഇവിടെ പാർക്കട്ടെ എന്ന് പറഞ്ഞ ആ ദാവീദ് ചില ദിവസങ്ങൾക്കുള്ളിൽ ദേവദാരുകൊണ്ടുള്ള അരമനയിലേക്ക് തൻ്റെ സിംഹാസനം ഒരുക്കപ്പെട്ട അവസ്ഥയിൽ താൻ അവിടെ രാജാവായി വീണ്ടും വാഴിച്ച് ആ ദേശത്തെ വാണു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നെ തേടി അലയുകയാണ്. നീ എവിടെയാണെന്നുള്ളത് ദൈവം അന്വേഷിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നീ ഇപ്പം ചിതറപ്പെട്ടവനാണ്. ഇവിടുന്ന് എല്ലാം നിന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇതാ മരുഭൂമിയിൽ ഒരു നേതാവ് നിനക്ക് വേണ്ടിയുണ്ട്, ഒരു നായകൻ നിനക്കുണ്ട്. ആ നായകൻ നിന്നെ നയിക്കും. ആ നായകൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കും. അവൻ നിനക്ക് ഭക്ഷിപ്പാൻ തരും. അവൻ നിന്റെ ഹൃദയത്തിന് സമാധാനം തരും. നിന്റെ ശരീരത്തിന് സൗഖ്യം തരും. രോഗത്തിൽ നീ വിടുതലുള്ളവനായിരിക്കും. ജീവിതത്തിൽ ഒന്നുമില്ല എങ്കിലും എല്ലാം ഉള്ളവനെ പോലെ അനശ്വര്യമായ ഒരു ജീവിതം അവനിൽ കൂടെ ചെയ്യുവാൻ സാധ്യമായി തീരും. ഗോഡ് ബ്ലെസ് യു.